ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ആദിയുടെ അടുത്ത് ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും ഒരുപോലെ പറയുന്നുണ്ട്, മോനെ അവിടെ നിൽക്കുന്നത് നിന്റെ ജീവൻ ആപത്താണ്, നീ ഇങ്ങോട്ട് പോര്, ഇത് നിന്റെ ഡാഡിയുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോ ആദി ഒന്നും മിണ്ടുന്നില്ല. ചിപ്പി പറയണ്ട, ആദ്യേട്ടാ പ്ലീസ് ആദ്യേട്ടാ, ആദ്യേട്ടനെ ഇങ്ങോട്ട് വാ, നമുക്ക് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം ആദ്യേട്ടാ എന്ന് പറയുമ്പോ ആദ്യ പറയണ്ട, മോളെ ചിപ്പി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് മമ്മീനെ വിട്ട് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ അപ്പുറത്തുനിന്ന് നമ്മുടെ രചന വിളിക്കുന്നുണ്ട്, മോനെ ആദി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആദി പറയണ്ട, ഇഷിതാമ്മേ ഇതേ മമ്മി വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും മോനെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മുൻ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ശരി എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ്. ആദ്യം പോയി കഴിയുമ്പോഴേക്കും ചിപ്പി ഇഷിത ചോദിക്കണ്ട്, അമ്മേ ആദ്യേട്ടൻ ഇവിടെ വരുമോ അമ്മേ? നമ്മൾ പറയേണ്ടതൊക്കെ പറഞ്ഞില്ലേ മോളെ, പിന്നെ അവൻ തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്ന് ഇഷിത പറയാണ്. അതിനുശേഷം കാണിക്കണ അഷിതേനെയാണ് കേട്ടോ. അഷിത തുണിയൊക്കെ വിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മാധവ് വരുന്നുണ്ട്. മാധവിനെ കാണുമ്പോ അഷിത ചോദിക്കുന്നുണ്ട്, ആഹാ മാധവ് ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലായിരുന്നോ? ഞാൻ വെച്ച് പുറത്തു പോയെന്നു. ഓ എന്തിനാ ഇടത്ത് പുറത്തു പോയിട്ട്? ആകെ ഒരു മടുപ്പ, ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല, ഒരു സുഖവും. പിന്നെ മടുപ്പ് തോന്നുമ്പോ മൂടി പൊതച്ച് എവിടെയെങ്കിലും കിടക്കാനാ തോന്നുന്നത്, അല്ലാതെ എന്ത് ചെയ്യാനാ ഇടത്തി എന്ന് പറയാണ് മാധവ്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ അഷിത പറയുന്നുണ്ട്. ആ സമയത്ത് മാധവ് ചോദിക്കണ്ടേ, അല്ല എടുത്തി മഹേഷിനെ പോയില്ലേ? ആ പോണം മാധവ്, ഇപ്പൊ വിസിറ്റേഴ്സിന്റെ ഒക്കെ അലൗഡ് അല്ലെന്നാ ഇഷിത പറഞ്ഞത്, കുറച്ചു കഴിഞ്ഞിട്ട് പോകാൻ വെച്ചിട്ടാ. അല്ല എടുത്തി ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. എന്താ മാധവ്, എന്താ കാര്യം? അല്ല മഹേഷിന്റെ ആദ്യ ഭാര്യ ആ രജനിയില്ലേ, അവര് മഹേഷിനെ നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയായിരുന്നൊക്കെ കേട്ടു. ആ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹേഷിന് അത് മതിയായിട്ടാ വീട്ടിലേക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോയത്. അല്ല എടുത്തി വീട്ടിലേക്കും അവര് വരുന്നുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അത് ഞാനും കേട്ടിരുന്നു. പക്ഷെ അങ്ങനെ അവർ വന്നതുകൊണ്ട് എന്ത് കാര്യം മാധവുള്ളത്? അല്ല എടുത്തി അത് നമ്മൾ സൂക്ഷിക്കണം. രചനയുടെ സ്വഭാവം എടുത്തിക്ക് അറിയാവുന്നതല്ലേ. മാത്രല്ല രചന അമ്മയുടെ സംസാരിക്കണത് ഞാൻ കേട്ടതാണ് ഫോണിലൂടെ. മഹേഷ് ആണെങ്കിൽ രചനയുടെ അടുത്ത് എതിർത്തൊന്നും പറയുന്നുമില്ല. ചെറിയൊരു ഇഷ്ടം മഹേഷിന് രചന എടുത്തുണ്ടെന്ന്. ഒരിക്കലും മഹേഷിന് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ രചനയ്ക്ക് ഉണ്ടല്ലോ എടുത്തി. പിന്നെ രചനയുടെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ ഈ പറയുന്ന മഹേഷ്. ആ ഒരു സിമ്പതിയിലായിരിക്കും അവര് കേറി പറ്റാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ആ സ്വപ്നവല്യമ്മ അതിനൊന്നും സമ്മതിക്കില്ല. സ്വപ്നവല്യമ്മ ആളൊരു ഭീകരിയാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് പൊറപ്പിക്കില്ല അവര്. അതല്ലേ എടുത്തി ഞാനൊരു കാര്യം പറയാം, ഇഷിത ഹോസ്പിറ്റലിൽ പോണ സമയത്ത് ആ രചന കറക്റ്റ് ആയിട്ട് അവിടേക്ക് കേറി പോകുന്നതെന്നാ പറയുന്നത്. അവര് ആ സമയം നോക്കി നിന്നിട്ടാ മഹേഷിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നത്. എടത്തി അതൊന്ന് സൂക്ഷിക്കണം. കാരണം ഇഷിതയുടെ ജീവിതം ഒരു പ്രാവശ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചൊരു ജീവിതമാണ്. ഇപ്പൊ മഹേഷായിട്ട് അയാൾ സുഖമായിട്ട് ജീവിക്കണം വെച്ച് സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ അത് പോയി കഴിഞ്ഞാൽ എനിക്കും കൂടി അത് വല്ലാത്ത വിഷമമാകും. അതുകൊണ്ടാ ഇഷിതയുടെ സ്വഭാവം അറിയാലോ, എന്തിനുണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് അത് ഒറ്റക്ക് അനുഭവിക്കും. അതുകൊണ്ട് എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മാധവ് ഇവിടെ നിന്ന് പോവാണ്. അഷിത അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാട്ടോ. അതിനുശേഷം കാണിക്കണത് ആ കുട്ടീനെയാണ്, ഡോക്ടർ ദേവികയുടെ കൊച്ചുമകളെ. അവള് പതിക്കെ കണ്ണു തുറക്കുന്നുണ്ട്. അപ്പൊ അവരുടെ അമ്മ കൂടെ തന്നെ കേട്ടോ. ആഹാ മോള് കണ്ണു തുറന്നല്ലോ, ദേ മോളെ ഈ പാല് കുടിക്കൂ. അയ്യോ എനിക്ക് അമ്മ എനിക്ക് വേണ്ട മോളെ, ഈ പാല് കുടിക്കും മോളെ, മോൾക്ക് നാളെ സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ അമ്മ, എനിക്ക് എപ്പോഴാ സ്കൂളിൽ പോകാൻ പറ്റാ? അത് ഡോക്ടർ ഇഷിത തന്നെ പറയണം. അല്ല ഇന്ന് ഡോക്ടർ ആന്റി ഇതുവരെ വന്നില്ല അമ്മേ. അയ്യോ മോളെ വരാൻ സമയമാവുന്നേ ഉള്ളൂ, ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് വരുമ്പോഴല്ലേ മോളുടെ അടുത്ത് വരുന്നത്. ഓ ഡോക്ടർ ആന്റിനെ കാണാൻ കൊതിയായിട്ട് വയ്യ, ഡോക്ടർ ആന്റി എന്താ ഇപ്പൊ വരാത്തത് എന്ന് ചോദിക്കുമ്പോ മോളെ രാവിലെ മോളെ കണ്ടിട്ടേ ഡോക്ടർ ആന്റി പോയി വേറെ പേഷ്യൻസിനെ നോക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് ദേവിക വരുന്നുണ്ട്. ആഹാ അമ്മ എത്തിയല്ലോ മോളെ, മോൾക്കിപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് നല്ല കുറവുണ്ടാവും ഉമ്മേ. മുത്തശ്ശി ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ എനിക്കൊരു വേദനയില്ല, അത് ഞാൻ അമ്മയുടെ പറയുകയും ചെയ്തു എന്ന് പറയുമ്പോ അവരുടെ മോള് പറയുന്നുണ്ട്, അതെ അമ്മേ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളെ എനിക്ക് ഇങ്ങനെ തിരിച്ചത് ഡോക്ടർ ഇഷിതയാണ്. ഞാൻ ദൈവത്തെ പോലെയാ അവരിപ്പൊ കാണുന്നത്, ദൈവത്തെ പോലല്ല എന്റെ ദൈവം അവര് തന്നെയാ. പാവം എന്റെ മോള് എത്രമാത്രം അനുഭവിച്ചത് വേദന കാണണം. ആ വേദന കൊണ്ട് എന്റെ മോള് നിന്ന് പെടയുമ്പോ അത് നോക്കി നിസ്സഹായിട്ട് കരയാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. എത്ര ഹോസ്പിറ്റൽ മാറി മാറി കാണിച്ചു അമ്മേ നമ്മള്, എന്നിട്ട് എന്റെ മോളുടെ അസുഖം ആരും മാറ്റി തന്നില്ല. ഡോക്ടർ ഇഷിത ദൈവമാണമ്മേ, നമ്മുടെയൊക്കെ ദൈവം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ ദൈവക്ക് ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുവാട്ടോ. അപ്പൊ ആ കൊച്ചു ചോദിക്കട്ടെ, അല്ല അച്ഛമ്മേ എന്താ ഡോക്ടർ ഇഷിത ഇവിടേക്ക് വരാത്തത്? ഡോക്ടർ ആന്റി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാവോ, ഡോക്ടർ ആന്റി ഇതുവരെ വന്നില്ല. മോളെ ഡോക്ടർ ഇഷിതക്ക് റൗണ്ട്സിന് വന്നു തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പൊ ഇങ്ങോട്ട് വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഇഷിത അവിടേക്ക് വരുവാട്ടോ. ആഹാ ദേ ഡോക്ടർ ഇഷിത വന്നല്ലോ എന്ന് മോള് പറയുമ്പോഴേക്കും പൊന്നു പറയണ്ട ഡോക്ടർ ആന്റി എന്ന് പറയാണ്. ആഹാ മോള് നല്ല ഉഷാറായാലോ, ഞാൻ ഡോക്ടർ ആന്റിനെ കാത്തിരിക്കായിരുന്നു. ആഹാ ഡോക്ടർ ആന്റി ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് പരിശോധിക്കുകയാണ്.
മോളിപ്പോ ഉഷാറായി, മോൾക്ക് ഇനി ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇനി സ്കൂളിലൊക്കെ പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പോകാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോഴാ ഡിസ്ചാർജ് ആവാ ഡോക്ടർ ആന്റി? ആഹാ കൊള്ളാലോ, ഞങ്ങളെ പോയി പോകാൻ മോൾക്ക് ധൃതിയായോ? അയ്യോ ഒരിക്കലുമില്ല, എനിക്ക് ഡോക്ടർ ആന്റി ഇവിടെ പോയാലും ഞാൻ ഡോക്ടർ ആന്റിനെ കാണാൻ വരും. അല്ല അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അതെ, മോൾക്ക് സ്കൂളിൽ പോകാൻ കൊതിയായിട്ടായിരിക്കും ചോദിക്കണത്. മോൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല, അവൾക്ക് ഒരു 3-4 ദിവസം റെസ്റ്റ് എടുക്കണം, അതിനുശേഷം അവൾക്ക് എന്ത് വേണം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അവൾക്ക് ഇപ്പൊ രോഗം വന്ന സംഭവം അവളുടെ ശരീരത്തിൽ തന്നെയില്ല എന്ന് പറയുമ്പോ അമ്മ പറയുന്നുണ്ട്, അയ്യോ ഡോക്ടർ ഇഷിതടുത്ത് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവനെന്ന് അറിയത്തില്ല ഡോക്ടർ. എന്റെ ഈ മോൾക്ക് എന്തിനു സംഭവിച്ച ഞാനും ഇനി ജീവനോടെ, അയ്യോ അരുത്, അങ്ങനൊന്നും പറയരുത് എന്ന് ഇഷിത പറയാണ്. അല്ല ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്, അത്രമാത്രം വേദന തിന്നിട്ടുണ്ട് ഞാൻ. എത്ര ഹോസ്പിറ്റൽ, എത്ര ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അവസാനം ഡോക്ടർ ഇഷിതയാ എന്റെ മോളെ രക്ഷിച്ചത്. ഡോക്ടർ ഇഷിത പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മോളുടെ അസുഖം ഭേദപ്പെടുത്താൻ പറ്റുമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. അത് മാത്രല്ല നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന, പിന്നെ ജീവിക്കാൻ ഇവളുടെ അവകാശം, പിന്നെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം കൂടി ആയപ്പോഴാ എന്റെ ചികിത്സയും ഓക്കെ ആയത്. പിന്നെ അവളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മുള്ളുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കളയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറൊരു കുഴപ്പം മോൾക്കില്ല. മോളിനെ ആരോഗ്യത്തോടെ ഒരുപാട് വർഷം ജീവിക്കും. ദേ മോളുടെ അമ്മൂമ്മ ഡോക്ടർ അല്ലേ, മോൾക്ക് ഡോക്ടർ ആവുകയോ എഞ്ചിനീയർ ആവുകയോ മോൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ച് ജീവിക്കാനുള്ള അവകാശം മോൾക്കും ഈ സമൂഹത്തിലും നാട്ടിലും ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പൊ ഡോക്ടർ ആന്റി പിന്നെ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ പോകുമ്പോ ദേവിക ഡോക്ടർ ഇഷിതനെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ അത് പറഞ്ഞിട്ട് അടുത്തേക്ക് വരുവാണ്. എന്താ ഡോക്ടർ? അത് പിന്നെ ഡോക്ടറിന്റെ ഭർത്താവിന് ഇപ്പൊ എങ്ങനെയുണ്ട് മഹേഷ് ഇപ്പൊ ഓക്കെ ആയി വരുന്നു. ദൈവം എന്റെ കൂടെയുണ്ട്. മഹേഷിന് ഒരു പോറൽ പോലും ഏൽക്കാതെ എനിക്ക് തിരിച്ചു കിട്ടി, അതിന്റെ സന്തോഷം എനിക്കുണ്ട്. അല്ല ഡോക്ടർ ദേവിക അത് തന്നെ ചോദിക്കാനാണോ എന്റെ അടുത്ത് വന്നത്? അതെ അത് തന്നെ ചോദിക്കാനാ വന്നത്. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ. ഇഷിത പോയി കഴിയുമ്പോഴേക്കും അവരുടെ മോൾ അവരോട് ചോദിക്കേണ്ട, അമ്മക്ക് ഡോക്ടർ ഇഷിതടുത്ത് എന്തിനും പറയാനോ ചോദിക്കാനുണ്ടോ? അല്ല ഡോക്ടർ ഇഷിതനെ കാണുമ്പോൾ അമ്മ എപ്പോഴും ഒരു കുറ്റബോധത്തിൽ നോക്കുന്ന പോലെ തോന്നും, അതാ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല മോളെ. അല്ല ഡോക്ടർ ഇഷ്ടടുത്ത് അമ്മ എന്തിനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല അമ്മേ, അതുകൊണ്ട് ചോദിച്ചതുള്ളൂ. അപ്പൊ എന്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറ. ഇല്ല മോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മോളോട് പറയുമല്ലോ. അത് മതി എന്ന് മോളും ഇങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അങ്ങനെ ഇഷിത ക്യാബിനിലേക്ക് പോണപ്പോ നേഴ്സ് ചോദിക്കുന്നു, ഡോക്ടർ പേഷ്യൻസിനെ വിളിക്കട്ടെ, കുറച്ച് കഴിയട്ടെ ഞാൻ പറയാം എന്ന് പറയാണ്. ഇഷിത ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കണ്ടേ. ഹലോ മഹേഷ്, മരുന്ന് കഴിച്ചോ? ഞാൻ തന്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. മരുന്ന് കഴിച്ചിട്ടോ? അല്ല തനിക്കിത് പേഷ്യൻസ് ഇല്ലേ, നോക്കാൻ സമയമില്ലേ? അതിനു മുമ്പ് മഹേഷിനൊന്ന് വിളിക്കണമെന്ന് തോന്നി. എന്ത് പറ്റിയടോ? അല്ല ഞാൻ ഡോക്ടർ ദേവിയുടെ കൊച്ചുമകളെ കാണാൻ പോയി, അവൾ ഓക്കെ ആയി. എല്ലാത്തിനും മഹേഷിന്റെ സപ്പോർട്ടുള്ളതുകൊണ്ടാ, മഹേഷ് എനിക്ക് ധൈര്യം തന്നോണ്ടാ അവളുടെ ഓപ്പറേഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. തനിക്കത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായടോ, അതുകൊണ്ടല്ലേ ഞാൻ തന്നോട് പറഞ്ഞത് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്തോളാം. പിന്നെ ആ സമയത്തായിരുന്നല്ലോ ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. ഒരു കണക്കിന് താൻ എന്റെ ആക്സിഡന്റ് വിവരം അറിയാത്തത് നന്നായി, അതുകൊണ്ടാണ് തനിക്ക് ആ ഒരു കുഞ്ഞിനെ ശരിക്കും നോക്കാൻ പറ്റിയത്. എന്റെ ആക്സിഡന്റ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ താൻ തളർന്നു പോയാനെ. അത് ശരിയാ മഹേഷ് എന്ന് പറയണോ, അതൊന്നും ആലോചിക്കാൻ തന്നെ വയ്യ എന്ന് ഇഷിത പറയാണ്. പിന്നെ ആ ദേവിക ഡോക്ടർ ഉണ്ടല്ലോ, ആ ദേവിക ഡോക്ടർക്ക് എന്ത് പറ്റി? അവൻ എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്തോ കുറ്റബോധം ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെയാ മഹേഷ് സംസാരിക്കുന്നത്. താൻ എന്തൊക്കെയാണോ പറയണത്? അതെ അവരെന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരത് പറയുന്നില്ല. താൻ ഉദ്ദേശിച്ചത് എന്താ? താനും ദേവിക മേഡം തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. മുമ്പ് ഒരു സമയത്ത് താൻ ഒരു കാര്യത്തിന് പോയപ്പോ അവർ തനിക്ക് തന്നെ പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലാതെ തന്നോട് വേറെന്തിനോട് ചോദിച്ചിരുന്നോ? വേറൊന്നും ചോദിച്ചില്ല, എനിക്ക് അതിനുള്ള കഴിവില്ലെന്നും പിന്നെ മാധവ് എന്നെ സ്നേഹിച്ചാണോ വിവാഹം കഴിച്ചതെന്നും അവര് ചോദിച്ചു. ഒരു പെണ്ണ് തലചുറ്റി വീഴുമ്പോ സാധാരണ ഡോക്ടർ അങ്ങനെ ചോദിക്കുമല്ലോ. ദേ മഹേഷ് അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. എനിക്കെന്തോ അവരെന്നെ നിന്ന് എന്തോ ഒളിക്കുന്ന പോലെ തോന്നുക. എടോ അങ്ങനെ എന്തെങ്കിലും അവർ തന്നോട് പറയൂ. പിന്നെ അവരങ്ങനെ നുണ പറയാൻ ചാൻസ് കുറവാടോ, കാരണം അവരൊരു ഡോക്ടറാണ്, താനൊരു ഡോക്ടറാണ്. അഥവാ തന്നോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കില്ലേ. പിന്നെ എന്തുകൊണ്ട് അവർ നുണ പറയണം? അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ, എല്ലാം തന്നെ തോന്നലായിരിക്കും. ശരി മഹേഷ്, അഥവാ എന്തിനുണ്ടെങ്കിൽ അവർ തന്നെ വിളിച്ച് പറഞ്ഞോളൂ ആ കാര്യം എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വർക്കാണ്. പക്ഷെ ഇഷിതക്ക് അപ്പോഴും സംശയമുണ്ട് കേട്ടോ. മഹേഷ് മനസ്സിൽ വിചാരിക്കാണ്, ഇഷിത ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അവളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യം ഉണ്ടാകും എന്ന് മഹേഷിന് മനസ്സിലാവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദേവികനെയാണ്. ദേവിക മനസ്സുവിനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. വാതിൽ തുറക്കുമ്പോ തന്നെ മനസ്സുനി നെട്ടിപ്പോവാണ്. നിങ്ങൾ ഇതിനെ ഇവിടെ വന്നത്? ഞാൻ പിന്നെ ആരെ കാണാൻ പോണം എന്ന് പറയാണ്. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് മനസ്സിന് പറയുമ്പോ അത് മനസ്സിനെ അങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ? ഞാനും മനസ്സിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്, എന്താ മനസ്സിനെ അത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ബന്ധമുള്ളത്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവില്ല എന്ന് ദേവിക പറയുമ്പോ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങൾ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ഇറങ്ങി
ഇറങ്ങിപ്പോയില്ലേ, അതുപോലെ ഞാനിപ്പോ പറയാം, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങളത് ചിലത് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കേണ്ടെന്നാ പറയണത്? അതെ, നിങ്ങൾ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഞാൻ തകർത്തുന്നുള്ള കുറ്റബോധം. അതിന് ഇഷിത വിവാഹം കഴിക്കാതെ നിന്നില്ലല്ലോ, അവര് വിവാഹം കഴിച്ചിട്ടുണ്ട്. ശരിയാ, വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ആ കുറ്റബോധം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൊച്ചുമകളെ രക്ഷിച്ചത് ഇഷിതയാണ് എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ഈ ദേവികയും അതുപോലെ തന്നെ മനുഷ്യരെയും സംസാരിക്കുന്നത് കേട്ട് മാധവ് അവിടേക്ക് വരുന്നുണ്ട്. മാധവ് എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട മാധവിന് ആകെ ഭ്രാന്ത് പിടിക്കാണ്. ഒരുപാട് മദ്യപിച്ചിട്ട് മാധവ് വീട്ടിലേക്ക് കേറി വന്നിട്ട് ഞാൻ പൊട്ടനായി, ഞാൻ മണ്ടനായി, എന്റെ ജീവിതം ഞാൻ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതിരുന്ന് കരയാണ്. ശേഷം പ്രിയാമണി വീണ്ടും മഹേഷിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. മഹേഷ് പ്രിയാമണിയോട് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ അമ്മയുടെ മോളത്ത് പറഞ്ഞാണ് എന്നെ വിട്ടു പോണെങ്കിൽ പോയിക്കോന്ന്, ഇഷിതയാണ് എന്നെ വിട്ടു പോകാത്തത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.